ഹലോ ആരാ? സിദ്ദിഖ്? എടോ, ഡയറക്ടർ സിദ്ദിഖ് സാറിനെ ഹിന്ദി പടം എടുക്കാൻ സമയമില്ല, പിന്നല്ലേ മലയാളത്തില്. എനിക്കിട്ട് പണി ചെയ്തതിന് മുമ്പ് താൻ ആദ്യം കുറച്ച് സിനിമാ വാരികൾ മേടിച്ച് വായിക്കും, എന്നിട്ട് വിളിക്കും. എടാ, ഇങ്ങനെ മനുഷ്യങ്ങനെ ഫോൺ എടുക്കും. ഇതിപ്പോ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഒരു പിടിക്കുന്നു. ആ, രാജസ്ഥാനിലെ പുതിയ പടം തുടങ്ങുന്നുണ്ടല്ലോ, ഒന്ന് വിളിക്കാം. ആ ഭൗമശാസ്ത്രജ്ഞന്മാര് ഡാമിനെന്തോ കുഴപ്പം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. എന്ത് കുഴപ്പം അറിയില്ല, അവരൊക്കെ ക്വാർട്ടേഴ്സിലേക്ക് പോയിരിക്കുക. നീ വേഗം വാ. ഞങ്ങൾ ഇവിടെ നടത്തിയ എല്ലാതരം സ്റ്റഡീസും കാണിക്കുന്നത് ഈ മലയിൽ ഏത് നിമിഷവും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നാണ്. ഇതാണ് എനിക്ക് ഇപ്പോഴും തലേ കയറാത്തത്. ഇവിടുത്തെ അടുത്ത കല്ലിന്റെയും മണ്ണിന്റെയൊക്കെ ലാബ് റിപ്പോർട്ട് വന്നിട്ടല്ലേ? അതൊക്കെ വെറും ഫോർമാലിറ്റീസ് അല്ല സർ. മലയിൽ കാര്യമായ ഊറ്റുണ്ട്, പാറക്കെട്ടുകൾ കാലക്ഷയം വന്നവയാണ്. ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകും, അതുറപ്പാണ്. ഉള്ളതാണോ? എന്നാ പിന്നെ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് പിരിവ് ഉടനെ തന്നെ തുടങ്ങണം. കാശിന് കാശ് തന്നെ വേണ്ടേ? എന്നിട്ട് ഭൗമശാസ്ത്രജ്ഞൻ പറ, ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ വലിയ ദുരന്തമുണ്ടാകും. അത് അവോയ്ഡ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. ഡാമിന്റെയും പവർ ഹൗസിന്റെയും പ്രവർത്തനം നിർത്തുക. വെള്ളിമല ഡാം ഉപേക്ഷിക്കുക. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ഈ ഡാമിനൊരു നാഥനില്ലേ, വർഗീസ് സാർ, അദ്ദേഹം വരട്ടെ. മിസ്റ്റർ വർഗീസ് പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ ഈ പഠനം നടത്തിയത്. ഡൽഹിയിൽ വിളിച്ച് ഞങ്ങളുടെ തീരുമാനം മിസ്റ്റർ വർഗീസിനെ അറിയിച്ചും കഴിഞ്ഞു. എന്നിട്ട് സാറെന്ന് പറഞ്ഞു, ഇങ്ങനൊരു ദുരന്തം മുന്നിൽ നിൽക്കുമ്പോ അയാൾ മറിച്ചെന്ന് പറയാനാ? ഇവിടെ എന്ത് ദുരന്തം ഉണ്ടാവുന്ന നിങ്ങൾ ഈ പറയണത്? ഈ മലക്കകത്തുകൂടിയല്ലേ ഡാമിൽ നിന്ന് പവർ ഹൗസിലേക്കുള്ള ടണൽ പോയിരിക്കുന്നത്. ടണലിലൂടെ വലിയ ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. ഉരുൾപൊട്ടലുണ്ടായാൽ ടണൽ പൊട്ടും. ഈ സമയത്ത് ഡാമിൽ നിന്ന് ടണലിലേക്കുള്ള വാൽവടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഒരൊറ്റ മനുഷ്യജീവൻ പോലും അവശേഷിക്കാതെ കിലോമീറ്ററുകളോളം മുങ്ങിപ്പോകും. സർ, ഡാം പൂട്ടിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അറിയാഞ്ഞിട്ടല്ല. കറന്റിനേക്കാൾ വലുതല്ലേ മനുഷ്യജീവൻ. നിങ്ങൾക്കും നിങ്ങളുടെ സർക്കാരിനും ഇത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. You must abandon this dam and it should be with immediate effect. പോലീസ് ക്യാമ്പിലേക്ക് തിരിച്ചു പോവല്ലേ? സാറ് ആഭ്യന്തരമന്ത്രി മാത്രമല്ല, ഞങ്ങളുടെ MLA കൂടിയാ. സാറ് നേരിട്ട് ഇടപെട്ടാലേ ഇതിനൊരു... എന്റെ എട്ടിച്ച, ഞാൻ വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് പണി കഴിപ്പിച്ച ഡാമല്ലേ? പക്ഷെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് പറയുമ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല സാർ, അവർ പറയുന്ന പോലെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനൊരു വിശദമായ പഠനം അത് ഈ മന്ത്രിസഭയെ കൊണ്ട് ഒന്ന്... വെള്ളിമലക്കാരെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാനുണ്ട് കൂടെ. ഒരു കാര്യം ചെയ്യും, ഈ ആവശ്യം ഉന്നയിച്ച് നിങ്ങൾ സമരം ചെയ്യും. ജനവികാരം ഇളകണം. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ചേട്ടായി, ഗോപി, എന്താ അവിടെ? ഞാൻ ഒന്നുമില്ല.
അപ്പൊ നാളെ സമരസമിതിയുടെ മീറ്റിങ്ങിന് കാണാം. ചേട്ടാ ഞാൻ മരിച്ചിട്ടില്ല ചേട്ടാ. നോക്ക് നീ എങ്ങനെ രക്ഷപ്പെട്ടത്? വെള്ളത്തിനടിയിൽ പോയി ശ്വാസം മുട്ടിയപ്പോ നന്നായി നീന്തൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ അറിയാതെ നീന്തിപ്പോയി. മരണപ്പാച്ചില് വെപ്രാളത്തി എങ്ങോട്ടാന്നറിയാതെ കാടിനകത്ത് എവിടെയാണ് കയറിയത്. കഞ്ചാവിന്റെ കെട്ടിറങ്ങിയപ്പോ മരിക്കാനുള്ള ധൈര്യം പോയി. തിരിച്ചു വരുമ്പോഴേ കാടിനുള്ളിൽ വെച്ച് മാരി போன வழி 5ஆம் மைல் பிரிட்ஜ் பக்கத்துன்னு ரைட் கட் பண்ணி போனோம். பரிமள ஐயா அங்கே எடுத்து வெயிட் பண்ணிட்டு இருக்கு, பார்த்து போ. பரிமள ஐயா இருக்காங்களா? சரிங்க சரி, நீ கிளம்பு. சரிங்க ஐயா.